ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. താലൂക്ക് ഹോസ്പിറ്റലിൽ നടന്ന അന്യായത്തിനെതിരെ പോരാടാൻ വേണ്ടി നമ്മുടെ ശാലിനി കാഹളം കുമാരേട്ടനെ കൂട്ടുപിടിച്ച് എന്തോ ഒരു പുതിയ തന്ത്രമായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. നമ്മുടെ ശാലിനി വേഷപ്രച്ഛനയായി ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ ഒരു പുതിയ വേഷത്തിൽ താണ്ട ഹോസ്പിറ്റലിലോട്ട് വന്നിരിക്കുവാണ്. ഈ സമയം രേഷ്മയാണെങ്കിൽ ശിവനെ അന്വേഷിച്ച ഹോസ്പിറ്റൽ അവിടെ എല്ലാം നിന്ന് നോക്കുക. കാണാഞ്ഞിട്ട് ശിവനെ ഫോൺ ചെയ്ത് നോക്കുക. ശിവനാണെങ്കിലും അന്ന് വിഷ്ണുവിനെ ഓപ്പറേഷൻ ചെയ്ത ഓപ്പറേഷൻ തിയേറ്ററിൽ ആ സ്ട്രെച്ചറിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങുവാണ്. രേഷ്മ വിളിക്കുന്ന ഫോണിൻ്റെ റിംഗ് ശബ്ദം കേട്ട് പെട്ടെന്ന് ശിവൻ അങ്ങ് ഞെട്ടി എഴുന്നേറ്റിട്ട് നോക്കും. അയ്യോ, ഞാനിത് എവിടെയായി കിടക്കുന്നത് എന്നൊരു അതിശയത്തോടെ ഇങ്ങനെ നോക്കുവാണ്. അങ്ങനെ രേഷ്മയുടെ ഫോൺ പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്യുവാണ്. കാരണം അപ്പോഴൊരു സിസ്റ്റർ ഓപ്പറേഷൻ തിയേറ്ററിൽ വന്ന് എന്തോ എടുക്കുന്നുണ്ട്. ശിവൻ അവർ കാണാതെ അവിടെ മറഞ്ഞു നിൽക്കുവാണ്. ശിവൻ എന്താ ഫോൺ കട്ട് ചെയ്ത് എന്നും പറഞ്ഞ് രേഷ്മ വീണ്ടും വിളിക്കുക. വേണ്ട, ശിവന്റെ ഫോൺ റിങ് ആകുന്നു. ശിവൻ അത് കണ്ടിട്ട് വീണ്ടും കട്ട് ചെയ്യുവാണ്. ശിവൻ വീണ്ടും ഫോൺ കട്ട് ചെയ്യുവാണല്ലോ, ഇത് എന്ത് പറ്റി ശിവന് എന്നും പറഞ്ഞ് വീണ്ടും വിളിക്കുവാണ് ശിവന്. ആ സമയത്ത് ശിവൻ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വെളിയിലോട്ട് ഇങ്ങനെ രേഷ്മയുടെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. എന്തിനാ ശിവ ഫോൺ കട്ട് ചെയ്ത്? അത് ഫോൺ കട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതെന്താ അങ്ങനെ പറഞ്ഞ്? അതൊന്നുമില്ല. അല്ല, ശിവൻ ഇന്നലെ എവിടെയാണ് കിടന്ന്? ആ ഓപ്പറേഷൻ തിയേറ്ററിലോ? അവിടെ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഓപ്പറേഷൻ ചെയ്യുന്നതൊക്കെ വേറെ റൂമിലാണ്. എന്നാലും എനിക്ക് പരിചയമുള്ള റൂം അതല്ലേ, അപ്പോൾ എനിക്കതല്ലേ അറിയാവൂ. അതാ ഞാൻ അവിടെ പോയി കിടന്ന്. എന്തെങ്ങനെ ശിവൻ പറയുമ്പോൾ രേഷ്മ അതിശയത്തോടെ ശിവനെ നോക്കുവാണ്. എന്തായാലും ഒരു ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോകാതിരുന്നതോ ഭാഗ്യം. അല്ല രേഷ്മ, എന്തായി നമ്മുടെ കാര്യങ്ങളൊക്കെ? അത് പിന്നെ ഡോക്ടറെ കാണുന്നു, സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നു, പിന്നെ പോന്നു. എന്നാ വാ നമുക്ക് പോകാം എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങോട്ട് പോവുകയാണ്. ഈ സമയത്ത് വേലായുധൻ വന്ന് ചന്ദ്രയോട് ചോദിക്കുക, മോളെ ശിവൻ വന്നോ? ഇല്ല. അപ്പോഴെന്തോ അത്യാവശ്യ കാര്യത്തിനാണല്ലോ പോയിരിക്കുന്നത്. ശിവന്റെ അമ്മ പറയാം, ഞങ്ങൾ ഇന്നലെ മുഴുവൻ വിളിക്കുക, പക്ഷെ കോള് പോകുന്നില്ല. എന്നാൽ ഞാൻ വിളിക്കാം, പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയാം എന്നും പറഞ്ഞ് വേലായുധനും വിളിക്കുവാണ്. വേലായുധൻ ചന്ദ്രയോടും അമ്മയോടും കൂടി പറയുക, ഇന്നലെ ഒരുപാട് രാത്രി ആയതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങളൊന്നും പറയാഞ്ഞത്. പിന്നെ വലിയ സീരിയസ് ആയ കാര്യമൊന്നുമില്ലെന്ന് ഡോക്ടറും പറഞ്ഞു. ചന്ദ്ര ചോദിക്കുക, റാണിയുടെ അച്ഛൻ ആരുടെ കാര്യം പറയുന്നത്? അത് മഹേന്ദ്ര സാറിന്റെ. അയ്യോ, എൻ്റെ മഹിയേട്ടൻ എന്താ പറ്റിയേ? പേടിക്കാനുള്ള കുഴപ്പമൊന്നുമില്ല. ഇന്നലെ രാത്രി റോഡ് പണി നടക്കുന്ന സ്ഥലത്തേക്ക് വണ്ടി നിയന്ത്രണം വിട്ട് ഇടിച്ച് കയറിയതാ. അങ്ങനെ അവിടുന്ന് തെറിച്ചു വീണ മഹേന്ദ്ര സാറിനെ ഞാനും 1-2 പേരുടെ ചേർന്ന് സിറ്റി ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട്. അയ്യോ, എന്നിട്ട്? കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാൻ ആളുകളെ ഏർപ്പാടാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അയ്യോ അമ്മേ, നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? ചേട്ടനാണെങ്കിൽ സ്ഥലത്തും ഇല്ലല്ലോ. അല്ല, നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ആളിപ്പോൾ സുഖമായിട്ടിരിക്കുക. മോളെ വാ, നമുക്ക് ഇപ്പം തന്നെ ഹോസ്പിറ്റലിലോട്ട് പോവാം. വേലായുധം പറയുന്നു. എന്നാൽ നിങ്ങൾ റെഡി ആയിക്കോ, ഞാൻ ശിവനെ കിട്ടുമോ ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ. അയ്യോ, ഞങ്ങൾക്ക് റെഡിയാകാനൊന്നുമില്ല മോളെ, ആ ഫോണിങ് എടുത്ത്. അപ്പോൾ വേലായുധം പറയും, എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ വന്ന ഓട്ടോയിൽ തന്നെ അങ്ങ് പോയിക്കോ, വേറെ വണ്ടിയൊക്കെ കിട്ടാൻ എളുപ്പമല്ല. വേലായുധനാണെങ്കിൽ ശിവനെ വിളിച്ചിട്ടിട്ട് കിട്ടുന്നുമില്ല. ചന്ദ്രയും അമ്മയും കൂടെ ആ ഓട്ടോയിൽ കയറി സിറ്റി ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. രേഷ്മയും ശിവനും കൂടെ ഡോക്ടറെ കാണാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുക. രേഷ്മയ്ക്കാണെങ്കിൽ ശിവൻ്റെ ഓർമ്മ, ശിവൻ ഇങ്ങനെ നോക്കുന്നതും അവിടെ ഓപ്പറേഷന് മുമ്പ് എഴുതി സൈൻ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ രേഷ്മയുടെ ഓർമ്മയിൽ വരിക. അപ്പോൾ ഡോക്ടർ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കും, നിങ്ങളാണോ കേരളത്തിൽ നിന്ന് വന്നത്? അതെ ഡോക്ടർ, അന്ന് വിഷ്ണുവിനോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന ഞാനായിരുന്നു. അവയവദാനത്തിനായിട്ട് അവൻ്റെ സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന് ഒപ്പിട്ടതും ഞാനായിരുന്നു. വൈരമുത്തു എന്നെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണമെന്നും പറഞ്ഞു. ആ സമയത്ത് ശിവന്റെ ഫോണിലോട്ട് വേലായുധന്റെ ഫോൺ കോൾ വരുന്നുണ്ട്. പെട്ടെന്ന് ശിവൻ അത് കട്ട് ചെയ്തിട്ട് ഡോക്ടറോട് സംസാരിക്കുക. ഡോക്ടറെ, അത് എളുപ്പം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നാട്ടിലോട്ട് പോകാമായിരുന്നു. ഇവിടെ ഞങ്ങൾ അന്ന് ശ്രീകുമാർ എന്ന പേരിലായിരുന്നു അഡ്മിറ്റ് ആയത്. ഈ ട്രീറ്റ്മെന്റിന് വേണ്ടി ഒരു രഹസ്യമായിട്ട് സൂക്ഷിക്കണമെന്ന് വിഷ്ണു പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അന്ന് അങ്ങനെ പേര് മാറ്റിയിട്ടത്. ഹോസ്പിറ്റൽ റെക്കോർഡിൽ അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. എന്നാലും ഡെത്ത് സർട്ടിഫിക്കറ്റിൽ വിഷ്ണു എന്ന പേര് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പേര് മാറ്റി ശസ്ത്രക്രിയ നടത്തിയതെങ്കിലും പേഷ്യൻ്റ് മരിച്ച സ്ഥിതിക്ക് യഥാർത്ഥ പേര് തന്നെ ഇട്ടാണ് ഞാൻ ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ കാരണം തെറ്റായ പേര് കൊടുക്കുന്ന മരിച്ച ആളിനോടുള്ള അനാഗരികമല്ലേ? എന്തായാലും വളരെ ഉപകാരം സാർ. ഇനി ഇത് കിട്ടാനായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം? ഓഫീസിലോട്ട് ചെന്നാൽ മതി. ഈ ഫയൽ ഞാൻ അങ്ങോട്ട് അയച്ചേക്കാം. ഒരു 10-20 മിനിറ്റിനുള്ളിൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫുൾ കോപ്പി നിങ്ങൾക്ക് കിട്ടും. അതുപോരെ? ശിവൻ പറയാം, വളരെ ഉപകാരം സാറേ, കാര്യങ്ങൾ ഇത്ര എളുപ്പമാക്കി ഞങ്ങൾക്ക് തന്നതിന്. അതിന് നന്ദി പറയേണ്ടത് എന്നോടല്ല, വൈരമുത്തുവിനോടാണ്. കാര്യങ്ങൾ പറഞ്ഞപ്പോഴേ എനിക്ക് അതിൻ്റെ ഫയൽ എടുക്കാൻ പറ്റി. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇനിയും വന്നാൽ മതി, ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരാം എന്നൊക്കെ ഡോക്ടർ പറയുവാണ്. ഈ സമയം ശിവന് വല്ലാത്ത അസ്വസ്ഥത തോന്നുന്നുണ്ട്. വിഷ്ണുവിൻ്റെ ഹൃദയം വല്ലാതിരുന്ന് തുടിക്കുവാണ് ശിവനുള്ളിൽ. കാഹളം കുമാരൻ ശാലിനിയെ വന്ന് കണ്ടിട്ട് ചോദിക്കുന്നു, മേഡം എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞ്? എനിക്ക് കുമാരേട്ടൻ്റെ ഒരു സഹായം വേണം. ആ സഹായം ഉണ്ടെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. എന്താ മേഡം ഈ പറയുന്നത്? എന്നെപ്പോലെ ഒരാൾക്ക് ഇതിൽ പരം സന്തോഷമുണ്ടോ? എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഞാൻ ചെയ്തിരിക്കും. പുറത്തുനിന്നും കീർത്തി ഹോസ്പിറ്റലിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാനും ആർക്കും സാധിക്കും.
പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി പ്രതികരിക്കണമെങ്കിൽ പുറത്തു നിന്നിട്ട് കാര്യമില്ല. എന്തെല്ലാം തട്ടിപ്പുകളാണോ അവിടെ നടക്കുന്നത്, അതിൻ്റെ ഭാഗമായി നമ്മൾ അവിടെ ഒപ്പം വേണം. ജില്ലാ കളക്ടർ ശാലിനിയായിട്ടല്ല, സാധാരണക്കാരിലും സാധാരണക്കാരിയായ ഒരാളായിട്ടാണ് എനിക്ക് ആ ഹോസ്പിറ്റലിനുള്ളിൽ കയറി പറ്റണം. അതിനെന്താ ഒരു വഴി? കുമാരേട്ടൻ പറയും, എനിക്ക് കാര്യം മനസ്സിലായി, മേഡത്തിന് ആരുടെയും കണ്ണിൽ പെടാതെ അവിടെ നിൽക്കാനൊരു സ്പേസ് വേണം. അങ്ങനെ അവിടെ സർജറിക്കായി അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളുടെ ബന്ധുവായിട്ടോ ബൈസ്റ്റാൻഡറായിട്ടോ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റണം. അതിനെന്താ ഒരു വഴിയെന്നാണ് ഞാൻ ആലോചിക്കും. അതിന് മേഡം കൂടുതലൊന്നും ആലോചിക്കണ്ട. മേഡം വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞ ദീപുവിൻ്റെ അച്ഛൻ സുധാകരൻ നട്ടെല്ലിൻ്റെ ശസ്ത്രക്രിയക്കായിട്ട് ആ ഹോസ്പിറ്റലിലേ കിടക്കുന്നത്. ഓ ശരി കുമാരട്ട, അങ്ങനൊരു കാര്യമുണ്ടല്ലേ. പണത്തിൻ്റെ ബുദ്ധിമുട്ട് ആ കുടുംബത്തിനുണ്ടല്ലോ മേഡം. ഈ ഓപ്പറേഷൻ ചെയ്യാതെ സുധാകരനെ പഴയതുപോലെ ജോലി ചെയ്യാനോ ജീവിതത്തിലോട്ട് തിരിച്ചു വരാനോ കഴിയില്ല. അപ്പോഴവിടെയും ഓപ്പറേഷൻ കിറ്റിൻ്റെ പണം അടയ്ക്കാത്തതുകൊണ്ടാണോ ഓപ്പറേഷൻ വൈകുന്നത്? പിന്നല്ലാതെ വേറെ ഒരു തടസ്സവും ഇല്ലല്ലോ മേഡം. ചെല്ലേണ്ട രീതിയിൽ ചെന്നില്ലെങ്കിൽ രോഗി അവിടെ കിടന്ന് ചാവത്തതേ ഉള്ളൂ. അങ്ങോട്ട് പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല അവിടുത്തെ അറ്റൻഡർ പോലും. താഴേക്കിടയല്ലേ തൂപ്പ് ജോലിക്കാർ പോലും കൈക്കൂലി കിട്ടിയാലേ പ്രസാദിക്കും. അതാണ് അവിടുത്തെ അവസ്ഥ. സാധാരണക്കാരൻ്റെ ഏക ആശ്രയമാണ് ഇതുപോലത്തെയുള്ള ആശുപത്രികൾ. അവിടെ ഇതുപോലുള്ള കൊള്ളകൾ നടന്നാൽ സാധാരണക്കാരായ ആൾക്കാർ എങ്ങനെയാ മേഡം അങ്ങോട്ടൊക്കെ വരുന്നത്? ചുമ്മാതാണോ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇരിക്കേണ്ട പഞ്ഞിയും കത്രിയൊക്കെ പേഷ്യൻറ്റിൻ്റെയൊക്കെ വയറ്റിൽ കാണുന്നത്? പോക്കറ്റിലോട്ട് വന്നു വീഴുന്ന പണത്തിൻ്റെ അളവ് കുറയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പാവങ്ങളെ ചികിത്സിക്കാൻ നന്മയുള്ള നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ മുന്നിട്ടിറങ്ങണം മേഡം. നന്മയുള്ള ആൾക്കാരും ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടെന്ന് അവരൊന്ന് മനസ്സിലാക്കട്ടെ. സുധാകരൻ്റെ സർജറി കിറ്റിനുള്ള പൈസ ഞാൻ അടയ്ക്കാം. എത്രയും പെട്ടെന്ന് സർജറി നടക്കുകയും വേണം. അതിനോടൊപ്പം തന്നെ എവിടെയൊക്കെയാണോ ചൂഷണം നടക്കുന്നതെന്ന് എനിക്ക് രഹസ്യമായിട്ട് അറിയുകയും വേണം. കുമാരേട്ടൻ പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. മഴ വരുമ്പോൾ കുട്ടികൾക്ക് അവധി കൊടുക്കാൻ മാത്രമല്ല, തൻ്റെ ഇടമുള്ള കളക്ടർക്ക് പലതും ചെയ്യാൻ കഴിയുമെന്ന് നമുക്കൊന്ന് തെളിയിച്ചു കൊടുക്കണം. അഴിമതിക്കെതിരെയുള്ള ഈ കളക്ടർ മേഡത്തിൻ്റെ പോരാട്ടത്തിന് മരിച്ചു വീഴുന്നത് വരെ ഈ കുമാരേട്ടനുണ്ടാവും കൂടെ. ഇത് ഉറപ്പാണ് മേഡം. എങ്കിൽ സുധാകരൻ്റെ കുടുംബത്തിനോട് സർജറിക്ക് ഒരുങ്ങിക്കൊള്ളാൻ പറഞ്ഞോളൂ. പണവുമായി ഞാൻ എത്തിയേക്കാം. പിന്നെ നാടിനാവശ്യം മരിച്ചു വീഴാൻ പോകുന്ന കുമാരനെ അല്ല, പാവങ്ങൾക്ക് വേണ്ടി ഒപ്പത്തിനൊപ്പം നിന്ന് പൊരുന്ന ഊർജ്ജസ്വലനായ കാഹളം കുമാരനെയാണ് അവർക്ക് വേണ്ടത്. എനിക്ക് അവിടെ കാണേണ്ടതും അങ്ങനെയുള്ള ഒരാളെ മാത്രമായിരിക്കണം. കാരണം പണത്തിനോടുള്ള ആർത്തി നിലനിൽക്കുന്നിടത്തോളം അഴിമതി തുടർന്നുകൊണ്ടേയിരിക്കും. അതിന് തടയിടാൻ വേണ്ടി നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ജീവിച്ചിരിക്കണം. ഞാൻ കൂടെയുണ്ട് മേഡം. അങ്ങനെ അവർ രണ്ടുപേരും ഉറപ്പ് നൽകി പിരിയുവാണ്. അയ്യോ മഹിയേട്ട എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓടി വന്ന് മഹേന്ദ്രനെ തടവുക. പേടിക്കാനൊന്നുമില്ലടി. എന്നാലും എൻ്റെ മഹിയേട്ടൻ്റെ കിടപ്പ്. അച്ഛാ എന്താ മോളെ, നീയും തുടങ്ങിയോ? മഹേന്ദ്രൻ ഇങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കുന്നുണ്ട്. ശിവനെയാണ്. എന്നിട്ട് ശിവനെ കാണാത്തോണ്ട് ചോദിക്കുന്നു. അപ്പോൾ ചന്ദ്ര പറയുന്നു, ചേട്ടൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അച്ഛാ. ചേട്ടനെ വിളിച്ചിട്ടോട്ട് കിട്ടിയതുമില്ല. അവൻ അറിഞ്ഞാലും വരുത്തതൊന്നുമില്ല. ഞാനിപ്പോൾ അവൻ്റെ ശത്രുവല്ലേ. എന്തിനാ മഹിയേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛനും മോനും ഒന്നും രണ്ടൊക്കെ പറയുന്നതിനകത്ത് എന്ത് ശത്രുതയിരിക്കുന്നു? ചേട്ടൻ വിവരം അറിയാത്തത് കൊണ്ടാച്ച, അല്ലെങ്കിൽ ചേട്ടൻ ഇവിടെ കണ്ടേനെ. എന്തിനാ മോളെ നീ കള്ളം പറയുന്നത്? അവൻ വരില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഒരു സിസ്റ്റർ വന്ന് പറഞ്ഞു, ഡോക്ടർ വരുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്തു പോയി നിൽക്കണേ. എടി നീ വിഷമിക്കണ്ട, എനിക്കിപ്പോൾ ഒന്നുമില്ല. നിങ്ങളെ രണ്ടുപേരെയും വഴക്കിട്ട് പുറത്താക്കിയപ്പോൾ എന്നാൽ ഇവനിട്ടൊരു ചെറിയ പണി കൊടുക്കണമെന്ന് ഈശ്വരൻ അങ്ങ് തീരുമാനിച്ചു. അത്രയേ ഉള്ളൂ. പണ്ടൊക്കെ ദൈവം പിന്നെയായിരുന്നു. ഇപ്പോഴാണേ സ്പോട്ടിൽ തന്നെ തരും പണി. കണ്ടില്ലേ ഞാൻ കിടക്കുന്ന കിടപ്പ്? അച്ഛൻ അധികം സംസാരിക്കണ്ട. അച്ഛൻ ഇപ്പോഴാ മോളെ എന്തെങ്കിലും ഒന്ന് സംസാരിച്ച് തുടങ്ങിയത്. ദേവി ചെയ്ത് നിങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്തോട്ട് പോയി നിൽക്കണം. ഡോക്ടർ കണ്ട എന്നെ വഴക്ക് പറയും. സിസ്റ്റർ വീണ്ടും വന്ന് പറയുക. ശിവനാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഓരോ നിമിഷവും വല്ലാത്ത അസ്വസ്ഥത. ശിവന്റെ ഹൃദയം വല്ലാതെ കടന്ന് തുടിക്കുന്ന പോലെ, എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്ന പോലെയൊക്കെ ശിവൻ അങ്ങ് തോന്നുന്നുണ്ട്. മോളെ ചന്ദ്ര, നീ ശിവനെ വിളിച്ച് കാര്യം പറ. മഹിയേട്ടൻ അവനെ കാണണമെന്നുണ്ട്. അവൻ എവിടാണോ ആവും. അങ്ങനെ ഹോസ്പിറ്റലിൽ വിഷ്ണുവിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് റെഡിയായെന്ന് പറ സിസ്റ്റർ വിളിക്കുന്നുണ്ട് അവരെ അങ്ങോട്ട്. ആ സമയത്ത് ചന്ദ്രയുടെ ഫോൺ ശിവനി ചെല്ലോ. എന്താ ചന്ദ്രയെ പറ. ചേട്ടാ അച്ഛൻ ഇന്നലെ ഒരു ആക്സിഡൻ്റ് ഉണ്ട്. ആക്സിഡൻറ്റോ? എന്നിട്ട് അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട്? അച്ഛൻ ഹോസ്പിറ്റലാണ്. ചേട്ടൻ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം. അച്ഛൻ ചേട്ടനെ തിരക്കുന്നുണ്ട്. അയ്യോ മോളെ, ഞാൻ കുറച്ച് അകലെയാണല്ലോ. എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ചേട്ടൻ ഇവിടെ എത്തണം. അച്ഛനോടുള്ള പിണക്കം കൊണ്ട് ചേട്ടൻ വരാത്തതാണെന്ന് അച്ഛൻ വിചാരിച്ചിരിക്കുന്നത്. ഈ വഴക്കും പിണക്കും ഒക്കെ മാറാനുള്ള ഒരു നല്ല ചാൻസും കൂടി ചേട്ടാ. ഞാനിവിടെ നിറങ്ങിയ മോളെ നേരെ അങ്ങോട്ടാണ് വരുന്നത്. മോളെ ശിവനെന്ത് പറയും? ചേട്ടൻ പെട്ടെന്ന് വരുമമ്മേ. രേഷ്മ അപ്പോൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. ശിവ താണ്ട് കിട്ടി. എങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തണം. എന്താ ശിവ, എൻ്റെ അച്ഛനൊരു ആക്സിഡൻറ്റ് പറ്റി. തലയ്ക്ക് വട്ട് പിടിച്ച പോലെ ഡെയ്സി ശിവൻ്റെ ഫോട്ടോ എടുത്തിങ്ങനെ തീ കൊളുത്തുവാണ്. നീ എന്നോടൊപ്പം അല്ല, ആ കളക്ടർ ശാലിനിയോടൊപ്പം. എനിക്കിനി നിന്നെ വേണ്ടടാ. എൻ്റെ മനസ്സിൽ നിന്നും നിന്നെ എന്നേക്കുമായി ഞാൻ കത്തിച്ച് കളയുവാടാ. അറ്റൻഡർ അവിടെ കിടക്കുന്ന പേഷ്യൻറ്റിനോട് പറ, ഇങ്ങനെ സൗജന്യമായിട്ട് കിട്ടുന്ന ബ്രെഡും പാലും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? ഓപ്പറേഷൻ ചെയ്യണ്ടേ?
ഭാര്യ വീട്ടുപണിക്ക് പോകുന്നതാ. അവിടുന്ന് കിട്ടുന്നത് കൊണ്ടുവന്ന ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇത് മാത്രമല്ലല്ലോ കുടുംബത്തിലെ കാര്യം നോക്കണ്ടേ. എന്നാൽ പിന്നെ വേദന തിന്നിവിടെ കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ? കാശൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നാൽ പോരായിരുന്നോ? ഇയാളുടെ കൂടെ ആരും ഇല്ലേ? വന്നവരൊക്കെ കൈയൊഴിഞ്ഞു പോയോ? ഇല്ല, ഭാര്യയുടെ ഒരു അകന്ന ബന്ധു സഹായത്തിനായിട്ടുണ്ട്. എന്തോ വാങ്ങിക്കാനോ മറ്റോ പുറത്തോട്ട് പോയിരിക്കുക. താണ്ട നമ്മുടെ ശാലിനി ഒരു സാധാരണ പെൺകുട്ടിയെപ്പോലെ വേഷമൊക്കെ മാറി കയ്യിൽ ഫ്ലാസ്കും എന്തൊക്കെയോ സാധനങ്ങളും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഞാൻ പറയാനുള്ളത് പറയാം. ആരുണ്ടായാലും കയ്യിൽ കാശില്ലാതെ ഓപ്പറേഷൻ നടക്കില്ല. എവിടെയാ ബൈസ്റ്റാൻഡർ? ഞാൻ അവരോട് സംസാരിക്കാം. എടി സീതേ നീ എവിടെ? ഞാനിവിടെ ഉണ്ടേ. നമ്മുടെ കളക്ടർ ശാലിനി പാവാട അബ്സാരിയൊക്കെ ഉടുത്ത് ഒരു സാധാരണ പെൺകുട്ടിയെപ്പോലെ താണ്ട വന്ന് നോക്കി നിൽക്കുവാണ്. നീ എന്താ അവിടെ നിൽക്കുന്നത്? ഇങ്ങ് വാ, ഞാൻ ചേട്ടന് ചായ മേടിക്കാൻ പോയതാ. ചായയും താണ്ട പഴംപൊരിയും വാങ്ങിച്ചിട്ടുണ്ട്. സീതേ, താണ്ട ഇവരെന്തൊക്കെയോ ചോദിക്കുന്നു. അറ്റൻഡർ ശാലിനിയോട് ചോദിക്കുക, നിങ്ങളുടെ പേര് സീത എന്നല്ലേ? അതെ. ഇയാളെ എന്താ പിന്നെ ഇങ്ങനെ ഇട്ടേക്കുന്നത്? ഇയാളുടെ അസുഖം മാറണമെന്ന് ഒരു വിചാരവും ഇല്ലേ? അസുഖമൊക്കെ മാറ്റി ഇയാളെ ഇവിടുന്ന് കൊണ്ടുപോകണമെന്നില്ലേ? ചേച്ചി ആ പൈസ റെഡിയാക്കുന്നത്. ചേച്ചി പൈസയ്ക്ക് വേണ്ടി ഓരോരോ ജോലികൾ നടന്ന് ചെയ്യുക. അതുകൊണ്ടാണ് ചേട്ടനെ നോക്കാൻ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. സിസ്റ്റർ പറയാ, നിങ്ങളിങ്ങനെ നീട്ടിക്കൊണ്ട് പോയാൽ ഇയാൾ ഇവിടെ തളർന്നു പോകത്തേ ഉള്ളൂ. പിന്നെ ഇയാളെ പിന്നെ രക്ഷിക്കാനൊന്നും പറ്റത്തില്ല. എങ്ങനെയെങ്കിലും പണം സംഘടിപ്പിച്ച് ഓപ്പറേഷൻ നടത്താൻ നോക്ക്. ഡോക്ടർ ജേക്കബ് കുര്യൻ സാറല്ലേ നോക്കുന്നത്. 10 പൈസ കൈക്കൂലി വാങ്ങിക്കാത്ത ഒരാളാ. ഇത്രയും മനുഷ്യസ്നേഹിയായ ഒരു ഡോക്ടർ വേറെ എങ്ങുമില്ല. അദ്ദേഹത്തിൻ്റെ പേഷ്യൻ്റ് ആയപ്പോൾ തന്നെ ഇയാളുടെ പകുതി അസുഖം മാറിയെന്ന് തന്നെ അങ്ങ് വിചാരിച്ചാൽ മതി. ഇനി ഇയാളുടെ ഓപ്പറേഷൻ കൂടെ കഴിഞ്ഞാൽ ഇവിടൊക്കെ ഇയാൾ ഓടിച്ചാടി നടക്കും. ഇല്ലെങ്കിൽ പിന്നെ പെട്ടിയിലാക്കി കൊണ്ടുപോകേണ്ടി വരും. ശാലിനി ഒരു അപ്പാവിയെ പോലെ കരയുന്ന പോലെ, അയ്യോ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അസുഖമായിട്ട് കിടക്കുന്നവർക്ക് ഇതൊരു പ്രയാസമല്ലേ? പണം കിട്ടാത്തതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ നീട്ടിക്കൊണ്ട് പോവില്ലല്ലോ. അവിടുത്തെ കൈക്കൂലിക്കാർ സിസ്റ്റർ ഒപ്പത്തിനൊപ്പം നിൽക്കുക. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? പണം ഉണ്ടാക്കി ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ പിന്നെ നിങ്ങൾ ഞങ്ങളെയല്ലേ പറയത്തുള്ളൂ. അപ്പോഴങ്ങോട്ട് ഡോക്ടറും 2 സിസ്റ്റർമാരും ഒക്കെ വരുന്നുണ്ട്. സ്റ്റെതസ്കോപ്പ് എടുത്ത് ഡോക്ടർ ആ പേഷ്യൻറ്റിനെ പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് സിസ്റ്ററിൻ്റെ കയ്യിലോട്ട് എന്തൊക്കെ എഴുതി കൊടുത്തിട്ട് ശാലിനിയോട് പറയാം, ഈ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് മേടിക്കണം. ഇല്ലെങ്കിൽ ഇയാളുടെ ജീവൻ തന്നെ അപകടത്തിലാണ്. പിന്നെ എന്തെങ്കിലും വന്നിട്ട് എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ശാലിനി കരയുന്ന പോലെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. ഡോക്ടറെ കുറിച്ച് കൊടുത്ത കുറിപ്പടി നോക്കിയിട്ട് ശാലിനി പറയാം, ഡോക്ടറെ ഇത് വാങ്ങിക്കാൻ ഒരുപാട് കാശാവുമോ? ഞങ്ങൾ പാവങ്ങളാ. ഡോക്ടർ പറയാം, അതൊക്കെ ഈ മരുന്ന് കമ്പനിക്കാരോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലല്ലോ. നിങ്ങൾ എന്തായാലും സൂപ്രണ്ടിനെ ഒന്ന് കാണും. നല്ല മനുഷ്യനെ പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും കുറവ് കാണും, അല്ലെങ്കിൽ അതിനുള്ള വഴിയും കാണിച്ചു തരും. ശാലിനി മനസ്സിൽ പറയാം, എനിക്കും കാണേണ്ടത് ആ വഴി തന്നെയാണ്, നിന്റെയൊക്കെ മുകളിലിരിക്കുന്നവന്മാരിലേക്കുള്ള വഴി. എന്നിട്ട് ഡോക്ടർ അറ്റൻഡറോട് പറയുന്നത്, ഈ കുട്ടിയെ സൂപ്രണ്ടിൻ്റെ അടുത്ത് കൊണ്ടേ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുപോവാ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ശാലിനി യഥാർത്ഥ മുഖം മറച്ച് പിടിച്ചുകൊണ്ട് തന്നെ ആ കൊള്ളക്കാരുടെ നടുവിലോട്ട് പോവുകയാണ്. അതിലാരൊക്കെയാണ് കൊള്ളക്കാർ, ആർക്കൊക്കെയാണ് ഇതിൽ കൂടുതൽ പങ്ക് എന്നൊക്കെ മനസ്സിലാക്കി അവരെയൊക്കെ എങ്ങനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നു എന്നുള്ളത് നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.